പോകാൻ പാടുള്ളൂ. ആരാധനായ അധ്യക്ഷൻ ശ്രീമതി സുദർശൻജി, അതോടൊപ്പം തന്നെ നിയമ എം എൽ എയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ജി മുരളീധരൻജി, അതുപോലെ ഗോകുമാർ സാറ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, മറ്റ് സജി നാരായണേട്ടൻ, മറ്റ് നിരവധി നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും നമസ്കാരം. 10 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. ഞാൻ അത്രയും സമയം എടുക്കുന്നില്ല. കാരണം മുരളിയേട്ടനും രാജീവേട്ടനും ഗോകുമാർ സാറും ഒക്കെ തന്നെ ലോകം ശ്രദ്ധിക്കുന്ന ശബ്ദങ്ങളായി മാറിയിരിക്കുകയാണ്. അവർ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളും BMS-ഉം BJP-യും തമ്മിലുള്ള ബന്ധവും ആശയപരമായിട്ടുള്ള ചിട്ടയും ഒക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 1995 മുതലാണ് സംഘ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കാൻ ആരംഭിച്ചത്, ABVP-യുടെ താലൂക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക്. അതിനുശേഷം 98-99 കാലഘട്ടം മുതൽ സുരേഷ് ജിയും ആശയും ഞാനും ഒക്കെ തന്നെ ഞങ്ങളൊക്കെ തന്നെ ഒരു കുടുംബത്തെ പോലെ കുറേ കാലം ABVP-യിൽ പ്രവർത്തിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ 31 വർഷത്തിനിടയ്ക്ക് BMS സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ ആദ്യമായിട്ട് ഓർത്തത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മഹേഷ് ജി വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ അത്ഭുതത്തോടെയാണ് കേട്ടത്. തീർച്ചയായിട്ടും വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. BMS-ൻ്റെയും BJP-യുടെയും ബന്ധവും ചരിത്രവും ഒക്കെ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പുതിയൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഞാൻ അക്കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മേയർ എന്നുള്ള നിലയ്ക്ക് കോർപ്പറേഷൻ്റെ മേയറുടെ റൂം തുറന്ന് അകത്ത് ചെന്നത് മുതൽ ഇന്ന് വരെ 4 ചുറ്റും നിൽക്കുന്നത് ശക്തമായി പ്രത്യയശാസ്ത്രപരമായിട്ട് നമ്മളുമായിട്ട് വിയോജിക്കുന്നവരാണ്. അപ്പോൾ പലരും പലതരത്തിലുള്ള സമ്മിശ്ര വികാരമാണ് ചുമതല ഏറ്റെടുത്തപ്പോൾ ഡെപ്യൂട്ടി മേയറിനെയും എന്നെയും ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെയും ഒക്കെ നോക്കി പറഞ്ഞത്. പക്ഷേ നഷ്ടപ്പെടാനൊന്നുമില്ലാത്തതിന് കിട്ടുന്നതല്ല ലാഭം എന്ന് പറയുന്നത് പോലെ 2 പേരെയും 3 പേരെയും വച്ചിട്ട് ABVP-യുടെ പ്രകടനം കത്തിച്ച് ഒരാൾ കോലം പിടിക്കും, മറ്റൊരാൾ തീപ്പെട്ടി ഉയർത്തിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ ആരും കാണില്ല, 2 പേരെ കാണുമെന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈ പണിയൊക്കെ തുടങ്ങിയത്. തല്ല് കിട്ടിയാലും കൊടുത്താലും നമ്മളായിരിക്കും പ്രതികൾ. അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ കടന്നുപോയ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ VJT ഹാളിരിക്കുന്ന ഈ കോളേജിൻ്റെ മുമ്പിലൂടെ രാഖി കെട്ടിക്കൊണ്ടൊന്നും പോകാൻ പറ്റാത്തൊരു കാലഘട്ടം മുതൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയതുകൊണ്ട് എന്തായാലും നമുക്ക് കാണാം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നാളെ ഇതുവരെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കുണ്ടാക്കുവാനുള്ള ശേഷി പോലും ഇല്ലാത്ത തരത്തിൽ അപ്രസക്തരാണ് അവർ. ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോഴേക്കും രാജീവേട്ടൻ്റെ മത്സരത്തെക്കുറിച്ച് പറഞ്ഞു, സ്വാഭാവികമായിട്ട് പറഞ്ഞു പോയതാണ്, ബോധപൂർവ്വമല്ല. അധികായനായ ശിവൻകുട്ടിയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കും, എവിടുത്തെ അധികായന, എന്ത് കാര്യത്തിൽ അദ്ദേഹം അധികായൻ? അതായത് അധികായൻ എന്ന് പറയുമ്പോഴേക്കും 90-കളിലും 2000-ലും ഉള്ള ഗുണ്ടാ രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിൽ ചെങ്കച്ചുള്ള ചോളനിൽ ചെന്നിട്ട് 4 വിരട്ടുമ്പോൾ ജനങ്ങൾ വിരളുമെങ്കിൽ ആ കാലഘട്ടം മാറി. ഭരണ നൈപുണ്യത്തിലാണ് അധികായൻ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയ ഏതെങ്കിലും ഒരു പദ്ധതി ഈ നാട്ടിൽ വിജയിക്കണമായിരുന്നു. ഏതൊരു പദ്ധതിയാണ് വിജയിച്ചിട്ടുള്ളത്? ഞാനത് ആ വിഷയം ചർച്ച ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത്. തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്നതാണെങ്കിൽ അന്ന് 2000 ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 10,000 ആയിട്ട് മാറി അതിൻ്റെ എണ്ണം. അത് വിജയിച്ചിട്ടുണ്ടോ? വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇപ്പം ഏറ്റവും മോസ്റ്റ് മോഡേൺ സാങ്കേതിക വിദ്യ നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിലുൾപ്പെടെ വാരണാസിയിലും ഗോവയിലും ഉൾപ്പെടെ ഇൻഡോറിലുൾപ്പെടെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി വന്നിട്ടുണ്ട്. ആ ടെക്നോളജി കേരളത്തിൽ നമുക്ക് ഇരുകൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് ചെയ്യാമായിരുന്നു. ജനങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റ് പറയുമ്പോൾ തന്നെ വിളപ്പിൽശാല എന്ന് കേട്ട് ഞെട്ടി ഉണരുന്ന സാഹചര്യം വരുന്നെങ്കിൽ അത് ഈ പറയുന്ന അധികാരൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. നിയമമണ്ഡലത്തിൽ എന്ത് വ്യത്യാസമാകും? അപ്പോൾ ഞാൻ പറഞ്ഞത് ആ മാമൂലികളുടെയൊക്കെ കാലം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് മാറ്റിമറിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇവിടെ ഒന്ന് നോക്കിയാൽ കാണാമല്ലോ, പാളയം മാർക്കറ്റ്. ഒരു ഉദ്യോഗസ്ഥൻ പോലും ഏതാശയം വിശ്വസിച്ചാലും ഒരാൾ പോലും ഒരു വിയോജിപ്പും പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ശക്തമായി നിന്നൊരു മുദ്രാവാക്യം വിളിച്ചു പോലും എതിർക്കാൻ ശേഷിയില്ല എന്നുള്ള കാര്യം നമ്മൾ നിമിഷ നേരം കൊണ്ട് തെളിയിച്ചു. ഇന്നലെ രാവിലെ 12 മണിക്കാണ് എല്ലാവരോടും യൂണിഫോം ഇട്ട് വരണമെന്ന് ഡയറക്ഷൻ കൊടുത്തിരുന്നത്. ഞങ്ങൾ സെക്രട്ടറിയും മറ്റ് പ്രധാനപ്പെട്ട ജീവനക്കാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ ഒരു 40-42 ജീവനക്കാർ, അതിൽ BMS ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ആരും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. വിളിച്ചിരുത്തി, യൂണിഫോം ഇട്ട ജീവനക്കാരെ വിളിച്ചിരുത്തി, എന്തുകൊണ്ടിത് ചെയ്യുന്നു? ഞാൻ ചോദിച്ച സിമ്പിളായിട്ട് ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ 30 ദിവസം അധ്വാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 40,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപ. HI-മാർക്കും JHI-മാർക്കും കിട്ടുന്ന 40,000 രൂപ. പക്ഷേ ഒരു മുണ്ടും ലുങ്കി കൊടുത്ത് കൾച്ചർലെസ് ആയിട്ടുള്ള കുറച്ച് വർത്തമാനവും പറഞ്ഞ് ഒരുത്തൻ അവിടെ കസേരയിട്ട് ഇരുന്നിട്ട് ഒരു ദിവസം
ഏകദേശം ഒരു 10-200 പേരുടെ കയ്യിൽ നിന്ന് 500 രൂപ വച്ച് വാങ്ങിച്ചിട്ട് ഒരു ദിവസം 1,00,000 ആക്കുന്നു. അതിനെ വകവെച്ച് കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ആർക്ക് വകച്ചു കൊടുത്താലും ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള തിണ്ണമെടുക്കാരെ വിശ്വസിക്കാൻ സാധിക്കുക, വകവച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഞങ്ങൾ അതിനുവേണ്ടി തീരുമാനിച്ചിറങ്ങുകയാണ്, നിങ്ങളത് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ആശയം പേറുന്നവർ തന്നെ പറയുകയാണ്, ഭരണസമിതി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിനേക്കാൾ മുൻപിൽ തന്നെ നിന്ന് ഞങ്ങൾ നടപ്പിലാക്കാമെന്ന് പറയുമ്പോഴേക്കും ഈ അധികാരന്മാരോടൊന്നും ആരുമില്ല എന്നുള്ളതാണ് വസ്തുത. ആരുമില്ല. 12 മണിക്ക് ആരംഭിച്ചു. ഞാൻ വിചാരിച്ചൊരു 4 മണി വരെ ഈ ആക്ടിവിറ്റി ഉണ്ടാകും. അതുകൊണ്ട് 4 മണി വരെ ഞങ്ങൾ ആരും തന്നെ പോകാതെ എന്തെങ്കിലും ക്രൈസിസ് വരണമെങ്കിൽ അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ തന്നെ കോർപ്പറേഷൻ ഓഫീസിലും മേയറുടെ ഓഫീസിലും അപ്പുറത്തെ ചെയർമാന്മാരും ഡെപ്യൂട്ടി മേയറും, കാരണം എന്തെങ്കിലും ക്രൈസിസ് വരണമെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കണമല്ലോ. ഇത് സത്യത്തിൽ 12 മണിക്ക് ആരംഭിച്ച് 2:30 ആയപ്പോഴേക്കും ഈ യൂണിഫോം ഉദ്യോഗസ്ഥരൊക്കെ എൻ്റെ റൂമിലേക്ക് കയറി. കുറച്ച് നനഞ്ഞിട്ടുണ്ട്, കുറച്ച് അവർ വിയർത്തിട്ടുണ്ട്. വന്നിട്ട് പറഞ്ഞ് മേയർ ഇതെല്ലാം കഴിഞ്ഞു. എല്ലാം ഞാൻ 4 മണിയുടെ പോകുന്നില്ലേ? ഇല്ല, 2 മണിയുണ്ട്, ഒരു പ്രശ്നമില്ല, 2 മണിയുണ്ട്, എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഞാനൊരു കാര്യം പറയാം. BMS എത്രത്തോളം വേഗത്തിൽ ജീവനക്കാരുടെ ഇടയിലേക്ക് കടന്നു കയറാൻ BMS പരിശ്രമിക്കുമോ അതിനേക്കാൾ വേഗതയിൽ BMSനെ സ്വീകരിക്കാൻ വേണ്ടി തൊഴിലാളികൾ കാത്തിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ 4 മാസത്തെ അന്തരീക്ഷം തോന്നിയത്. ഞങ്ങളൊക്കെ പ്രതിപക്ഷമായിട്ട് 5 വർഷം കോർപ്പറേഷനുള്ളിൽ പ്രവർത്തിച്ചു. പ്രതിപക്ഷം തന്നെയായിരുന്നു. അങ്ങനെ ഒരു പ്രതിപക്ഷമുണ്ട് എന്ന് കേരളത്തിൽ ഇപ്പോൾ ഈ 3 MLA അവിടെ പോയിട്ട് കേരള നിയമസഭയിലെയും കേരള രാഷ്ട്രീയത്തിൻ്റെയും അജണ്ട സെറ്റ് ചെയ്യുന്നത് 3 പേരായിട്ട് മാറിയിരിക്കുകയാണ്. 2 സമ്മേളനമേ കഴിഞ്ഞുള്ളൂ. രാജീവേട്ടപ്പൻ്റെ പറഞ്ഞത് മിനിറ്റ് അനുവദിച്ചതിനെ കുറിച്ച്. അപ്പോൾ പറഞ്ഞു 3 മിനിറ്റാണ് അനുവദിച്ചത്, രാജീവേട്ടന് നാളെ 2 മിനിറ്റാണ്, മുരളിയേട്ടൻ 3 മിനിറ്റ് അനുവദിച്ച് 6 മിനിറ്റ് പ്രസംഗിച്ചെന്ന് പറഞ്ഞു മുരളിയേട്ടൻ. സ്വാഭാവികമായിട്ടും മുരളിയേട്ടൻ അത് ചെയ്യും. അത് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരുപക്ഷെ രാജീവേട്ടൻ 2 മിനിറ്റ് എന്ന് പറയുമ്പോഴേക്കും 2-2.25 മിനിറ്റ് ചിലപ്പോൾ അവസാനിപ്പിച്ചേക്കാം. മുരളിയേട്ടൻ 6 മിനിറ്റിൽ അവസാനിപ്പിച്ചത് ഭാഗ്യം. സത്യത്തിൽ കേരള രാഷ്ട്രത്തിൻ്റെ അജണ്ട BJPയുടെ 3 MLA സെറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. എല്ലാവരും സമ്മതിച്ചേ മതിയാവുകയുള്ളൂ. അതുപോലെ കഴിഞ്ഞ 5 വർഷവും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അജണ്ട പ്രതിപക്ഷമായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ആ പ്രതിപക്ഷം ശക്തമായിട്ട് കൃത്യമായിട്ട് ഞങ്ങളോട് പ്രവർത്തിച്ചിരുന്നു. അന്ന് ഞങ്ങളൊക്കെ കാണുന്നത് അവിടെ മുഴുവൻ ഒരു പിരിമുറുക്കമായിരുന്നു. ഒരാളിന് മറ്റൊരാളിനെ പേടി. ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ട്. ആ സ്റ്റാഫ് അയാൾക്ക് പിന്നെ അത് BJP ഒന്നുമല്ല, BJP BMS ഒന്നുമല്ല. ആ സ്റ്റാഫിന് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ശ്മശാനത്തിലായിരുന്നു ഡ്യൂട്ടി അയാൾക്ക്. അപ്പോൾ ഞാൻ വെറുതെ സംസാരിച്ചപ്പോൾ ചോദിച്ചു എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞു. BJP കൗൺസിലർമാരുടെ കയ്യിൽ നിന്നും കുറേ അപേക്ഷ വാങ്ങിച്ചിട്ട് ഇദ്ദേഹം ടേബിളിൽ വെച്ചു. ഈ അപേക്ഷ ടേബിളിന് അകത്ത് വെച്ചിരുന്നു, കുറേ ക്ഷേമ പെൻഷൻ്റെ എന്തൊക്കെ അപേക്ഷ. അദ്ദേഹത്തിന് സുഖമില്ലാതെ കുറച്ച് ദിവസം ലീവ് എടുത്ത് പോയപ്പോൾ ഈ ടേബിളൊക്കെ പരിശോധിച്ചതുകൊണ്ട് അപ്പോൾ ഈ അപേക്ഷ കിട്ടി. അപ്പോൾ BJP കൗൺസിലർമാരുമായിട്ട് ഇത്രത്തോളം അടുത്ത് ബന്ധമാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് അയാൾക്ക് ശ്മശാനത്തിൽ എന്തോ എഴുതാനായിട്ട് ഡ്യൂട്ടി കൊടുത്തു. അപ്പോൾ ഈ കാര്യം പറഞ്ഞു. അതായത് BJP കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് അപേക്ഷ പോലും വാങ്ങിക്കാൻ വേണ്ടി ഭയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് ശേഷം പിന്നെ ഒരാളും വാങ്ങിച്ചിട്ടില്ല അപേക്ഷ. അപ്പോൾ അങ്ങനെ ഭയപ്പെട്ടുന്ന ഒരു പിരിമുറുക്കമായിരുന്നു എല്ലാ സോണൽ ഓഫീസുകളിലും കോർപ്പറേഷൻ്റെ മെയിൻ ഓഫീസിലും ഉണ്ടായിരുന്നതെങ്കിൽ ഞങ്ങളിവിടെ പോയിട്ട് പറഞ്ഞൊരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് യാതൊരു പിരിമുറുക്കവുമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. യാതൊരു പിരിമുറുക്കമില്ല. ഞങ്ങൾ അഴിമതി കാണിക്കുകയില്ല, നിങ്ങളെ കൊണ്ട് അഴിമതി കാണിക്കാൻ, നിങ്ങളോട് അഴിമതി വാങ്ങി നിങ്ങൾ പറയുകയില്ല. അഴിമതി കാണിക്കാൻ ഒറ്റ ഒരാളിനെ ഞങ്ങൾ വിടുകയില്ല. ഇത് പറഞ്ഞതോടുകൂടി നേരിൻ്റെ പാതയിൽ നിൽക്കുവാൻ വേണ്ടി നിൽക്കുന്ന മുഴുവൻ ജീവനക്കാരും ഇപ്പം ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് BMSന് അനന്തമായ സാധ്യത കേരളത്തിൽ കൂടുതൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ സാധ്യത തെളിയുന്നത് മാത്രമല്ല ഈ മേഖലകളിലൊക്കെ തന്നെ ഭാരതീയ മസ്ദൂർ സംഘം കടന്നു വരേണ്ടത് ഭാവിയിൽ കേരളത്തിൽ ഭരണത്തിലെത്താൻ പോകുന്ന BJPക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം മേയറുടെ റൂമിൽ കയറി ഞാൻ കഥ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് എല്ലാം നടപ്പിലാക്കുന്നത് തൊഴിലാളികളിലൂടെയാണ്, ജീവനക്കാരിലൂടെയാണ്. മേയർക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ താഴെ ചെന്ന് ആ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി സമയവും കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അതിന് മാത്രം പറയാൻ പോകേണ്ടി വരും. ചില പർട്ടിക്കുലർ മാറ്ററുകളിൽ പോകാം. പിന്നീട് ചെയ്യുന്നതെല്ലാം തന്നെ ജീവനക്കാരാണ്, ഉദ്യോഗസ്ഥരാണ്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, രാജീവേട്ട ഉൾപ്പെടെ ഞങ്ങളെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഞങ്ങളോട് സംസാരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം 2.5 മണിക്കൂർ സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ ഭരണത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. 25 കൊല്ലം മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും അനുഭവം അദ്ദേഹം വിവരിച്ചപ്പോഴേക്കും ഭരണം നടത്തുന്നതിൽ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ പ്രധാനപ്പെട്ട ഒരു പങ്കാണ്. അവിടെയാണ് ദേശീയ ബോധമുള്ള തൊഴിലാളിയുടെ ആവശ്യം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ കേരളത്തിൽ ഏറ്റവും പ്രസക്തമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ സംഘടനാ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല.
തിരുവനന്തപുരം കോർപ്പറേഷനെ 2047 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും BJPയുടെ ദേശീയ ഘടകത്തിൻ്റെയും സ്വപ്നമനുസരിച്ച് ലോകത്തെ നയിക്കുന്ന, ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു രാഷ്ട്രമായി ഭാരതം മാറുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സിറ്റിയായിട്ട് തിരുവനന്തപുരം മാറണം. അങ്ങനെ തിരുവനന്തപുരം മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ കുറവാണ്? ലോകത്തെ ഏറ്റവും ആഴമുള്ള തുറമുഖങ്ങളിലൊന്ന്, നാച്ചുറൽ പോർട്ടാണ് തുറമുഖങ്ങളിലൊന്ന്. ഇൻ്റർനാഷണൽ എയർപോർട്ട് നമുക്കുണ്ട്. നമുക്ക് ആറ്റിങ്ങലോട്ട് അങ്ങോട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ IT മേഖല, രാജീവേട്ട ഇപ്പോൾ വളരെ വലിയ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. IT മേഖല നമുക്ക് ലോകത്ത് തന്നെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ സാധിക്കും. ഇതൊക്കെ വരുന്നതോടുകൂടി നമ്മുടെ ടെമ്പിൾ സിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടർ, ഇതൊക്കെ കൂടെ വരുന്നതോടുകൂടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക രംഗത്തും തൊഴിൽ രംഗത്തും സംഭാവന ചെയ്യാൻ പോകുന്ന രാഷ്ട്രമായിട്ട് തിരുവനന്തപുരം പറ്റുന്ന സിറ്റിയായിട്ട് തിരുവനന്തപുരം മാറുക വേണം. നമ്മൾ ഒത്തൊരുമിച്ചൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ഭാരതം 2047 ലോകത്തിന് നേതൃത്വം കൊടുക്കുമെങ്കിൽ അന്ന് ഭാരതത്തിൽ ഏറ്റവും തിളക്കമുള്ള പട്ടണമായിട്ട് തിരുവനന്തപുരം മാറും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. തീർച്ചയായിട്ടും BMSൻ്റെ ഈ വളരെ വലിയൊരു സ്വീകരണത്തിനും തുറന്ന മനസ്സും എല്ലാത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.